സമാധിയാകുന്ന സമയത്ത് ഏകാഗ്രതയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. നമ്മളിപ്പം ധ്യാനം ചെയ്യുമ്പോഴേ ഏകാഗ്രതയാണ് ആവശ്യം. നമ്മള് അച്ഛൻ ഏകാഗ്രതയോടുകൂടി ഇരുന്ന് സുഹൃത്തുക്കളെ, ഗോപൻ സ്വാമി തന്നെയാണ് വിഷയം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ വീഡിയോസിലൊക്കെ ഞാൻ ഇട്ട സമയത്ത് പല ആൾക്കാരും ചോദിച്ചിരുന്നു, തനിക്ക് എന്തോടത്ര വലിയ പ്രശ്നം, സമാധി ആരെങ്കിലൊക്കെ ആയിക്കോട്ടെ എന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വയ്ക്കുന്ന ഒരു ഒറ്റ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും ഈ ഒരു വിഷയം ദുരൂഹതയോട് കൂടി തന്നെയാണ് പോകുന്നത്. ഇപ്പോഴാണ് ഞാൻ ആ അന്നത്തെ പണ്ട് എന്ന് പറയാൻ അത്ര വലിയ കാലം പുറകോട്ട് പോയിട്ടില്ല, അന്നത്തെ വീഡിയോകളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നിപ്പോയത് അമ്മച്ചി പറയുന്ന കാര്യങ്ങളിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടല്ലോ എന്നുള്ളതാണ്. അമ്മച്ചി പറയുന്ന ഒരൊറ്റ കാര്യം മതി ഈ മക്കൾ പോയിട്ട് നേരെ ജയിലിൽ കിടക്കാൻ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് പോലീസുകാർ ഇന്നങ്ങോട്ട് പോരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോയിട്ട് ജയിലിൽ കിടന്നാൽ മതി. അമ്മാതിരി വർത്തമാനമായിരുന്നു അന്ന് അമ്മച്ചി പറഞ്ഞിരുന്നത്. ആ ഒരു വർത്തമാനത്തിലേക്കാണ് ഞാൻ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിനു മുമ്പ് തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു രണ്ടാമത്തെ മകനാണെന്ന് മൂത്ത മകനാണെന്ന് അറിയില്ല, രണ്ടാമത്തെ മകൻ എന്നാ തോന്നുന്നത്. ഈ ചങ്ങാതി പറയുന്ന ചില വാക്കുകളൊന്ന് കേട്ടു നോക്കാം. ാണ് സമാധിയിലേക്ക് തന്റെ പ്രാണൻ ലയിക്കുന്നത്, ഈശ്വരനിൽ ലയിക്കുന്നത്. ആ പ്രാണം എവിടെയും പോകുന്നില്ല. അമൃതകല എന്ന് പറയുന്ന ആ ഒരു സഹസ്രതല പത്മത്തിലാണ് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അതാണ് മരിച്ചതിന് ശേഷം ഇയാള് വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ വായിലൂടെയാണ് പ്രാണൻ പോകുന്നതെന്നാണ് ഇപ്പൊ ഇയാൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചു കഴിഞ്ഞാൽ പ്രാണൻ എവിടെയും പോകുന്നില്ല. അതേതോ സഹസ്രാര പത്മത്തിൽ എവിടെ അങ്ങനെ അവിടെ വെക്കുകയാണ്. എങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കിൽ പറഞ്ഞാൽ സമാധി ആയതിനു ശേഷം ഇവർ അറിയിക്കണ്ടേ ചടങ്ങുകൾ നടത്തുന്നതിന് മുമ്പ്? അത് ഇയാളെ ചോദിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ സമാധി എന്ന സംഭവം നടന്നതിന് ശേഷം ഒരാളെ ഇവര് അറിയിച്ചില്ല എന്നതാണ്. അപ്പൊ സ്വാഭാവികം ചോദിക്കണം, സമാധി കഴിഞ്ഞാലെങ്കിലും അച്ഛൻ മരിച്ചു കഴിഞ്ഞാലെങ്കിലും നിങ്ങൾ ആളുകളൊക്കെ ഒന്ന് അറിയിക്കണ്ടേ? അറിയിക്കാൻ പാടില്ല. ഇവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അച്ഛന്റെ ദേഹം പിന്നെ ഒരാളും തൊടാൻ പാടില്ല, ഒരാളും കാണാൻ പാടില്ല എന്ന് ഇവര് തന്നെ പറയുന്നു. പക്ഷെ ഇവര് തന്നെ അതൊക്കെ തെറ്റിക്കുന്നു എന്നുള്ളതാണോ? ഒന്ന് കേട്ടോക്കാം. ശേഷം അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കിൽ ധ്യാന കർമ്മം ചെയ്യുന്ന സമയത്ത് ആരെ വിളിച്ച് ശല്യപ്പെടുത്താൻ പാടില്ലെന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ്. എനിക്ക് അച്ഛന്റെ ധ്യാനം ആ സമാധി ആ മുഹൂർത്തത്തിൽ നടക്കൂല. ചിലപ്പോൾ തെറ്റുണ്ടാവും. ഓരോരുത്തരും ഓരോ രീതി അഭിപ്രായങ്ങൾ പറഞ്ഞ പിന്നെ ആ സമാധി അച്ഛന്റെ ആ സമാധിക്ക് ഭംഗം വരും. വെച്ചതാണോ? ഇതെന്തിനാ അദ്ദേഹം ഉത്തരം പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്, ഇത് ആരെങ്കിലൊക്കെ വിളിച്ച് കാണിക്കാറുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഇത് ആരെയും കാണിക്കാൻ പാടില്ല, ഒരു തരത്തിലും അത് ചെയ്യാൻ പാടില്ല, ആരെങ്കിലൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭംഗം വരും, ആ സമാധി കൃത്യമായിട്ട് നടത്താൻ കഴിയില്ല എന്നാണ് ഇത് ഇവർ പറയുന്നത്. പക്ഷേ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് അമ്മച്ചിയുടെ വർത്തമാനത്തിലേക്കാണ്. ഞാൻ ഇപ്പോഴേ പറയുന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ഇനിയുള്ള വർത്തമാനങ്ങൾ സൂക്ഷിച്ച് കേൾക്കണം. ഞാൻ പറയുന്നത് ഇത് സൂക്ഷിച്ച് കേൾക്കണം എന്ന് തന്നെയാണ്. കാതൊക്കെ കൂർപ്പിച്ച് കേട്ടിരുന്നോളൂ. അമ്മച്ചി പറയുന്ന ഈ വർത്തമാനം പോരെ ഈ രണ്ടു മക്കളും ജയിലിൽ പോയി കിടക്കാനെന്നാണ് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചെറിയ സംശയം. ആ സംശയം എങ്ങനെ ചുമ്മാ പറയുന്നു എന്നുള്ളൂ, വേറെ ഒന്നും വിചാരിക്കരുത്. മരിച്ചെന്ന് ആര് പറഞ്ഞു? മരിച്ചത്? അത് ഇങ്ങോട്ട് വരണം. നമ്മൾ ഇത്രയും നേരം ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നു. പറയുന്നത് മരിച്ചെന്ന് ആര് പറഞ്ഞു എന്നുള്ളതാണ്. ഇവര് വിശ്വസിക്കുന്നത് അച്ഛൻ മരിച്ചിട്ടില്ല. മരണം എന്ന് പറയുന്ന സംഗതി വേറെ, സമാധി എന്ന് പറയുന്ന സംഗതി വേറെ. ഇവരങ്ങനെയാണ് ധരിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വിശ്വസിക്കില്ല. അവർക്കത് സമാധി എന്ന് പറയണം. സമാധി ആയി കഴിഞ്ഞാൽ പോലും അച്ഛൻ മരിച്ചിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത്. എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആവേണ്ടത് സംഗതി കൂടിയിട്ട്. എന്തൊക്കെ ആയാലും എന്ത് തേങ്ങയായാലും നമ്മളാരും അദ്ദേഹത്തെ മരിച്ചു എന്ന് പറയരുത്, സമാധിയായി എന്ന് പറയണം. പക്ഷേ ഇനിയാണ് രസം. നമ്മൾ ശരി സമാധിയായി തന്നെ പറഞ്ഞു എന്ന് വെക്കുക. അപ്പൊ എന്തുണ്ടാവണം? സമാധിയായി കഴിഞ്ഞ് നമ്മൾ സങ്കല്പിക്കുന്നത് പരിപൂർണ്ണമായിട്ട് ശ്വാസമൊക്കെ പോയി അദ്ദേഹം അവിടെ ഇരിക്കുന്നു എന്നല്ലേ, മരിച്ചിരിക്കുന്നു എന്നല്ലേ നമ്മൾ വിചാരിക്കുന്നേ. പക്ഷെ ഇതല്ലാട്ട സംഭവിച്ചിട്ടുള്ളത്. ഇനി പറയുന്നതാണ് കേൾക്കേണ്ടത്. ഹിന്ദു ആചാരം സംശയമുള്ളതുകൊണ്ട് നാട്ടുകാരെ കൊണ്ടുവരണം. കൂടെ പൂജ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കാപ്പികൾ കുടിച്ച് അച്ഛങ്ങനെ എന്ത് ചെയ്തു പറയാണ്. ഇരുന്ന് ക്ഷീണമല്ല തീർത്തിട്ട് ഞങ്ങള് നമ്മളെ വീട്ടിനകത്തുള്ള പെണ്ണുങ്ങൾ ജോലി ചെയ്യുമ്പോ എന്ന് പതിവാണ് ഈ കൃഷിപീഠത്തില് വൈകുന്നേരം വെയിൽ കഴിയുമ്പോഴും ഈ 11:30 മുകളില് അധികം ചൂടാവുമ്പോ ഇങ്ങനെ പോരും. ഇത് പതിവാണ്. ഇന്നും ആദ്യമായിട്ടല്ല അവര് ധ്യാനത്തിൽ കയറി. വർഷങ്ങൾക്ക് മുമ്പ് 25 വർഷം. അപ്പൊ അച്ഛൻ എന്തൊക്കെ ചെയ്ത് അന്നത്തെ കാര്യം ചൊറിയുമ്പോഴാണ് അമ്മച്ചി പറയുന്നത്, ഞങ്ങൾ പെണ്ണുങ്ങൾ പണിക്ക് കയറുന്ന സമയത്ത്, വീട്ടുപണികളൊക്കെ ചെയ്യുന്ന സമയമാകുമ്പോഴത്തേന്, അതായത് രാവിലെ എണീച്ചിട്ട് ചായയും കടി ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴത്തേന്
അച്ഛൻ എന്ത് ചെയ്യും? മൂപ്പ നേരെ എണീച്ചിട്ട് ആ ധ്യാനത്തിനെന്ന് പറഞ്ഞിട്ട് ആ ആരും ചോട്ടിൽ പോയിരിക്കും. ഒരു പീഠമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിന്റെ ചോട്ടിൽ പോയിരിക്കും. ഇതെന്നും ചെയ്യുന്ന പരിപാടിയാണ്. അത് അന്നും ചെയ്തു എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും അച്ഛൻ ഒറ്റയ്ക്ക് പോകാൻ വയ്യ. ഇതിൽ പറയുന്നുണ്ട് ഒറ്റയ്ക്ക് പോകാൻ വയ്യ എന്നുള്ളതുകൊണ്ട് മകൻ പിടിച്ചു കൊണ്ടുപോയി ഇരുത്തി എന്ന് പറയുന്നത്. ഒന്ന് കേട്ടോക്കണേ. എനിക്ക് പറഞ്ഞേ കൊള്ളാം, എന്റെ ഭർത്താവ് ഇങ്ങനെ അപ്പൊ എന്തായാലും മരിച്ചു കഴിഞ്ഞ ശേഷം, അങ്ങനെ പറയാൻ പാടില്ല, സമാധി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവിടെ പോയി കണ്ടിരുന്നോ എന്നുള്ളതാണ്. ഈ മകൻ തന്നെ കുറച്ചു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആരും അറിയിക്കാൻ പാടില്ല, അവ പോയി തൊടാൻ പാടില്ല, തൊട്ട് കഴിഞ്ഞൊക്കെ അശുദ്ധിയാവും എന്നുള്ളതാണ്. എന്തായാലും കേട്ടു കൂട്ടാ. സമാധിയായി കഴിഞ്ഞിരുന്നോ? സമാധിയായി കഴിഞ്ഞ് ദേഹം നല്ല ചൂടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ മക്കളെ ചൂടുണ്ടല്ലോടാ. ദേഹമൊക്കെ നല്ല ചൂടുണ്ടെന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അമ്മച്ചി പോയി തൊട്ട് നോക്കിയിട്ടില്ലേ? ഈ മകൻ കുറച്ചു മുമ്പ് എന്താ പറഞ്ഞേ? ആരും തൊടാൻ പാടില്ല എന്നാണ്. അവൻ പോലും തൊടാൻ പാടില്ല എന്ന് പറഞ്ഞേ സമാധിയെ. പക്ഷേ അമ്മയ്ക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു, സ്വന്തം ഭർത്താവാണ്, ഒന്ന് പോയി തൊട്ട് നോക്കിയിട്ടുണ്ട്. അല്ലാതെ അകലെ നിന്നിട്ട് ശരീരത്തിന് ചൂടുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവൊന്നും മനുഷ്യന്മാർക്കില്ലല്ലോ. എന്റെ അമ്മയൊക്കെ മരിച്ച എനിക്കറിയാം. മക്കളെ അമ്മ അവരൊക്കെ ആയിട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ഇങ്ങനെ ദേഹം തണുക്കണത്. ഇത് അച്ഛൻ സമാധിയായ പെട്ടെന്നൊന്നും തണുക്കൂല. വന്നും പോയി ആത്മാവിന് ശ്വാസത്തിന് വന്നും പോയാളെ ഞാൻ കണ്ടില്ല. ഇതെല്ലാം കണ്ടില്ലെന്ന് പറയാൻ പറ്റൂല. കാരണം ഈ ദേഹത്തിന് ചെറിയ തുടുപ്പ് നെഞ്ചിലുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? ദേഹത്തിന് ചെറിയ തുടിപ്പ് നെഞ്ചിലുണ്ടാകും. ദാറ്റ് മീൻസ് മിടിപ്പ്, നമ്മുടെ സ്പന്ദനം. ഇവിടൊക്കെ കൈവച്ച് നോക്കിയാൽ കിട്ടുന്ന സംഗതി അത് നെഞ്ചിലുണ്ടായിരുന്നു എന്നതാണ്. അതായത് ഈ അമ്മച്ചി മകൻ സമാധിയായി എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ പോയി നോക്കുമ്പോൾ അദ്ദേഹത്തിന് ദേഹത്ത് തുടിപ്പ് ഉണ്ടായിരുന്നു എന്നാണ്. ആ തുടിപ്പ് ഉണ്ടാവണമെങ്കിൽ ഈ അമ്മച്ചി നെഞ്ചത്ത് കൈവച്ച് നോക്കിയിട്ടുണ്ടാകണമല്ലോ. എൻ്റെ ഒരു സാധാരണ സംശയമാണെന്ന്. ആണോ? അങ്ങനെ ഞാൻ അങ്ങനെ നിന്ന് അങ്ങനെ കുറച്ച് നേരം നമസ്കാരം പറഞ്ഞുകൊണ്ടിരുന്നപ്പം പിന്നെ കാര്യങ്ങളൊക്കെ തീരുമാനമായി. എന്ന് വീണ്ടും അവിടെ വന്ന് ഞങ്ങള് പോയിട്ട് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കിയപ്പോ മോൻ പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ മോൻ ഓടിക്കൊണ്ട് വന്നു. അമ്മ എന്നെ വായും പൊത്തി വെച്ചിട്ട് അമ്മ ഇവിടെ നിലവിളിക്കല്ലേ, അച്ഛൻ സമാധി ആയിരിക്കുന്നു. അമ്മ നാട്ടുകാർ അറിഞ്ഞ അച്ഛന് കറക്റ്റ് പൂജ ചെയ്യാൻ പറ്റൂല. അച്ഛൻ പറഞ്ഞ പൂജകളൊക്കെ ഇങ്ങനെയാണ്. ഭസ്മം, മറ്റേ ചന്ദന, ഇത് കർപ്പൂരം, സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇട്ട് സമാധി സ്ഥലത്ത് കൊടുത്ത് അതിന്റെ രീതിയിൽ ചെയ്യാൻ വേണ്ടി. അപ്പം ഉടുത്തോണ്ട് കുളിച്ച് പൂജയ്ക്ക് കയറിയല്ലേ അവിടെ ചെന്നിരുന്നത്. പിന്നെ നമുക്ക് അവിടെ വെള്ളം കൊണ്ടിരുത്താൻ പാടില്ല, കുളിപ്പിക്കാൻ പാടില്ല, സമാധിയാരെ പിന്നെ ആരും ദർശിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല. ഇതൊക്കെ മോന് പരിശീലനം കൊടുത്തത് കൊണ്ട് അമ്മ ഇവിടെ കിടന്ന് നിലവിളിച്ച് ആ നാട്ടുകാർ കൂട്ടി അച്ഛന്റെ ഉയർന്ന മോശം അച്ഛന്റെ ആഗ്രഹങ്ങളൊന്നും എന്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് നടത്താൻ പറ്റില്ലെങ്കിൽ എനിക്ക് അത് ശാപമായിട്ട് മാറും. നമുക്ക് നാട്ടുകാരല്ലോ കൈലാസാനാണ് ഭക്ഷണം കഴിച്ചു. ഇവിടെയാണ് വൈദ്യുതി കിടക്കുന്നത്. ഈ അമ്മച്ചി തന്നെയാണ് കുറച്ചു മുമ്പ് പറഞ്ഞത്, ഞാൻ പോയി തൊട്ട് നോക്കിയിരുന്നു. തൊട്ട് നോക്കിയെന്ന് പറഞ്ഞിട്ടില്ല, ദേഹത്ത് തുടിപ്പുണ്ടായിരുന്നു, ദേഹത്ത് ചൂടുണ്ടായിരുന്നു. ഈ അമ്മച്ചിന്റെ ഇപ്പൊ ഇരുന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ തൊടാൻ പാടില്ലല്ലോ എന്നുള്ളതാണ്. അതായത് ആ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഈ പത്രപ്പത്രത്തിൽ ചോദിക്കുമ്പോൾ ഈ പാവം അമ്മച്ചി തൊട്ടു എന്ന് തന്നെ പറഞ്ഞേ, ദേഹത്ത് ചൂടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് ഒന്ന് അടങ്ങി ഈ അമ്മച്ചിക്ക് സമാധാനപരമായിട്ട് ചോദ്യം ചോദിച്ച സമയത്ത് അമ്മച്ചി പറയുന്നത് നേരെ ഉൾട്ടായിട്ടാ, തൊട്ടിട്ടില്ല എന്നുള്ള വർത്തമാനവും. എന്താണ് രണ്ടും കൂടി തമ്മിലുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പുറകിലോട്ട് നോക്കി നോക്കൂ, ഒന്നുകൂടി കേട്ടോക്കൂ. ണ്ടിരുന്ന സമയത്ത് സമാധിയാണതിന് 3 ദിവസത്തിന് മുമ്പ് ഇവര് 3 ദോശയൊക്കെ തിന്ന ആളാണ്. പിന്നെ 2 ഒന്നായി ഇങ്ങനെ എന്റെ സമാധിയിലെ തലയ്ക്ക് തലേ ദിവസം പറഞ്ഞു, ഇനി എനിക്ക് ദോശയൊന്നും ഉണ്ടാക്കി വെക്കരുത്, കഞ്ഞി മതി എന്ന് പറയും. അപ്പൊ ഞാൻ എന്റെ മോന് കമ്പനി പോണവന് ചോറ് കിട്ടുന്നു, ഞങ്ങൾക്ക് എല്ലാം കൂടെ വെളുപ്പിലങ്ങ് ഭക്ഷണം അങ്ങ് തയ്യാറാക്കും, കാപ്പി ചോറ്. അപ്പൊ അതിലുള്ള കുറച്ച് ചോറ്, കുറച്ച് കറികളെല്ലാം എടുത്ത് പ്രത്യേകം എരിശോരി കഞ്ഞി പോലെ അതിന്റെ രീതിയിൽ കുഴമ്പ് പോലെ പാൽപ്പായസം കുടിക്കുമ്പോൾ എടുത്ത് കുടിക്കാനുള്ള എളുപ്പത്തിന് അവർക്ക് കൊടുക്കുമ്പം തട്ടത്തിൽ സ്പൂണായിട്ട് കൊടുക്കും. ആദ്യ ദിവസം കൊടുത്തപ്പോൾ കൊടുത്തന്നെ 3/4 കഴിച്ച്, അത് രണ്ടാമത് കൊടുത്തപ്പം ഒരു കുറവ് ഭാഗം. ഈ സമാധി ആവണേണ്ടെന്ന് 2-3 സ്പൂൺ എടുത്ത് കഴിച്ചതേ ഉള്ളൂ. കഴിക്കാതെ നേടണം എനിക്ക് മതി എന്ന് പറഞ്ഞു. നമ്മൾ നിർബന്ധിക്കില്ല, വേണ്ടെന്ന് നിർബന്ധിച്ച് കുടിക്കില്ല. അതായത് അദ്ദേഹത്തിന് നേരം പോലെ ഭക്ഷണം കഴിക്കാൻ പോലും പ്രയാസം ഉണ്ടായിരുന്നു എന്നർത്ഥം. ആ ദിവസം അത്യാവശ്യം കഞ്ഞി കുടിച്ച് പറയുന്നുണ്ട്, ഏകദേശം കുഴമ്പ് പരുവായിട്ടാണ് കഞ്ഞി കൊടുക്കുന്നത്, പാൽപ്പായസം പോലെ എന്ന് പറയുന്നത്.
അപ്പൊ ആദ്യാവശ്യം കുഴമ്പ് പരുവത്തിലാണ് കഞ്ഞി കൊടുക്കുന്നത്. അങ്ങനെ കുടിക്കാനുള്ള ആരോഗ്യമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇവര് അങ്ങ് പോവാനായിട്ട് കാത്തിരിക്കുന്ന അച്ഛനും കൂടെ ഋഷിയോട് തിരിച്ചിട്ട് പുല്ല് പറിക്കാൻ പോവാൻ അവിടെ ധ്യാനത്തിന്. ഈ പണിയും അവിടെ ഒരു തിട്ടയുണ്ടായിരുന്നു. അത് കാഴ്ചക്കുറവല്ലേ ചെന്ന് വീണില്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് മോൻ തീരെയും പോണത്. അപ്പൊ ഞാൻ പിടിച്ചാലൊന്നും എനിക്ക് എന്നുള്ള എനിക്ക് നടക്കാൻ. അതുകൊണ്ട് അങ്ങനെ അവിടെ ചെന്ന് ഇരുത്തിയിട്ട് അച്ഛരിക്കണ ലക്ഷ്യം വെച്ച് അവിടെ പശുവിന് പുല്ല് പറിക്കും. മനസ്സിലാക്കണം? ആ പകല് അങ്ങനെ പുല്ല് പറിച്ച് ഇവരെ ധ്യാനം കഴിയുമ്പോ നമുക്കറിയാം അവരെ ധ്യാനം കഴിയുമ്പോ ഇരിക്കുന്നത്, ധ്യാനത്തിൽ ഇരിക്കുന്നതും അല്ലാതിരിക്കുന്നതും പ്രത്യേകം. മോൻ നോക്കുമ്പോ അച്ഛൻ ധ്യാനത്തിൽ ഇരിക്കണ കാലല്ല, ചെന്ത് എങ്ങനെ കാല് വെളിയിലില്ല എന്നൊക്കെ പറഞ്ഞ് നോക്കിയപ്പം ഓടി വന്നപ്പോ അനക്കില്ല. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ശ്വാസം പിടിച്ചിടിച്ച് ഇവിടെ വന്നിട്ട് മേലോട്ട് നോക്കി, ഇവിടെ മാത്രം ചെറിയ ഒരു ഇതുണ്ട്, മേലെ ഇങ്ങനെ കണ്ണു നോക്കി ഇങ്ങനെ മേലോട്ട് നോക്കി ഇരുന്നിട്ട് ഇങ്ങനെ ഭാവാനതല കിഴക്കോട്ടാണ് ഈ കണ്ണ്. അപ്പം മരണത്തിന്റെ അവസാന നിമിഷങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ അന്ന് പറഞ്ഞ സമാധിയിലെ ഒരു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓരോ സന്യാസി പോലെ എങ്ങനെ വെച്ചാൽ അച്ഛൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ഒരു കഥ പറയുമ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഇന്ന ദിവസം. അതായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അച്ഛന് സമാധി സ്ഥലത്ത് മകനാണ് കൊണ്ടുപോയിരുത്തെ. ആ താടി വെച്ച തടിയുള്ള മകൻ കൊണ്ടുപോയിരുത്തുന്നു. എന്നിട്ട് പുല്ല് പറിക്കാൻ പോകുന്നു. ഈ പുല്ല് പറിക്കാൻ പോകുന്നത് ഏകദേശം കാണാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസിലാണ്. പശുവിന് പുല്ലരിയാൻ പോയതാണ്. അപ്പൊ അച്ഛൻ അവിടുന്ന് നീക്കി വെച്ചെങ്കിൽ അവിടേക്ക് ചെല്ലണം, കാരണം തിരിച്ചിട്ട് കൊണ്ടുവരണ്ടേ. അപ്പോൾ അച്ഛൻ ഒറ്റയ്ക്ക് വരരുത്, അച്ഛന് ചിലപ്പോൾ വീണു പോകും. അതുകൊണ്ട് അച്ഛനെ കാണാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസിൽ, അവിടെ ആ സമാധി സ്ഥലത്ത് കാണാൻ പറ്റുന്ന ഡിസ്റ്റൻസിലാണ് മകൻ പുല്ല് പറിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇരുത്തത്തിലൊക്കെ എന്തോ ഒരു വ്യത്യാസമുള്ളതായിരിക്കും. പോയി നോക്കുമ്പോൾ കണ്ണൊക്കെ മേളിക്ക് പോയിരിക്കുന്നു. മരിക്കുന്നതിന്റെ അവസാന നിമിഷത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. അതാണ് സംഭവിച്ചത്. പക്ഷേ പറഞ്ഞതിൽ വേറെയും വൈരുദ്ധ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ ഇന്ന ദിവസം മരിക്കുമെന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു എന്നാണ് ഇവർ മുന്നേ പറഞ്ഞിരുന്നത്. അതിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഇപ്പൊ പറയുന്നുണ്ട്. ദിവസം ഇന്ന സമയം പറഞ്ഞില്ല, പോകുന്ന 2 ദിവസം എന്റെ പറഞ്ഞിട്ടുണ്ട്, പോവാന്നേ പറഞ്ഞോളൂ. ഈ സമാധി ആവാൻ പോണത് പറഞ്ഞില്ല. അതെങ്ങനെ നമ്മൾ മനുഷ്യരല്ലേ, ഭഗവാന്റെ അനുമതി ഉണ്ടെങ്കിൽ ആ സമാധി ആവാൻ പറ്റും. അവിടെയാണ് അപ്പം ഭഗവാന്റെ അനുമതി എന്ന് പറഞ്ഞാൽ തിരുവാതിര തിങ്കളാഴ്ച ദിവസം ധനുമാസ തിരുവാതിരയ്ക്ക് പ്രധാന പൂജകൾ ഭഗവാന് നമ്മൾ കൊടുക്കണം. എന്നിട്ട് അന്ന് എന്താണ് സംഭവിച്ചത്? അതിനുശേഷം എന്താ നടന്നത്? ഇനിയാണ് ഗംഭീരമായ ചോദ്യം. അന്ന് എന്ത് സംഭവിച്ചു, അതിന് ശേഷം എന്തൊക്കെയാണ് അവിടെ ഉണ്ടായതെന്നുള്ളൊരു ഗംഭീരമായ ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് അവർ ഉത്തരം പറയുന്ന സംഗതിയും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒന്ന് കേട്ടോക്കാം. അത് കഴിഞ്ഞിട്ട് അപ്പോഴപ്പോഴായിട്ട് ഉടൻ തന്നെ കൈനാടി നോക്കി, ഇങ്ങനെ കൈനാടി മൂക്കിന്റെ സ്പർശനമൊക്കെ അറിയാല്ല. അങ്ങനെ നോക്കിയപ്പം ഒരു ഇതും അനക്കൊന്നും ഈ കൈനാടിക്കില്ല. ഇതേ അമ്മച്ചി തന്നെയാണ് തുടക്കത്തിൽ പറഞ്ഞത്, പോയി തൊട്ട് നോക്കുമ്പോൾ മിടിപ്പുണ്ടായിരുന്നു, ശരീരത്തിൽ ചൂടുണ്ടായിരുന്നത്. ഇപ്പൊ പറയുന്നത് കൈനാടിക്ക് നോക്കുന്ന സമയത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാ. എന്തോ എവിടെയോ കിടക്കുന്നു. ഈ അമ്മച്ചിയുടെ വർത്തമാനം തന്നെ മതിയാവും കേട്ടോ, എല്ലാ കേസും തീരുമാനമാവാം. ഇത് കൃഷ്ണമണി ചലിക്കുന്നില്ല, ഇങ്ങനെ തള്ളി ഇങ്ങനെ നോക്കിയപ്പോ. എന്നിട്ട് അവന് മനസ്സിലായി സമാധിയുടെ അവസ്ഥ തന്നെ എന്ന്. വീണ്ടും അവിടെ വന്ന് ഞങ്ങള് പോയിട്ട് കണ്ടില്ലെന്ന് പറഞ്ഞ് നോക്കിയപ്പോ മോൻ പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ മോൻ ഓടിക്കൊണ്ട് വന്നു. അമ്മ എന്നെ വായും പൊത്തി വെച്ചിട്ട് അമ്മ ഇവിടെ നിലവിളിക്കല്ലേ, അച്ഛൻ സമാധി ആയിരിക്കുള്ളൂ. അമ്മ നാട്ടുകാർ അറിഞ്ഞ അച്ഛന് കറക്റ്റ് പൂജ ചെയ്യാൻ പറ്റൂല, അച്ഛൻ പറഞ്ഞ പൂജകളൊക്കെ ഇങ്ങനെയാണ്, ഭസ്മം മറ്റേ ചന്ദന ഇത് കർപ്പൂരം സുഗന്ധങ്ങളൊക്കെ ഇട്ട് സമാധി സ്ഥലത്ത് കൊടുത്ത് അതിന്റെ രീതിയിൽ ചെയ്യാൻ വേണ്ടി. അപ്പം ഉടുത്തോണ്ട് കുളിച്ച് പൂജയ്ക്ക് കയറിയല്ലേ അവിടെ ചെന്നിരുന്നത്. പിന്നെ നമുക്ക് അവിടെ വെള്ളം കൊണ്ട് വീത്താൻ പാടില്ല, കുളിപ്പിക്കാൻ. ഇതാ മുന്നേ കേട്ട സംഗതി തന്നെ വീണ്ടും ആവർത്തിച്ചു വരികയാണ്. എന്റെ എഡിറ്റിങ്ങിന്റെ പ്രശ്നമാണ്. എന്തായാലും പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഇവര് തന്നെ ആ ഒരു പ്രശ്നഭരിതമായ സിറ്റുവേഷനിൽ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ദേഹത്ത് ചൂടുണ്ടായിരുന്നു മറ്റൊന്നൊക്കെയാണ്. അതറിയാതെ പറഞ്ഞതാണോ, അറിഞ്ഞിട്ട് തന്നെ ആ നിമിഷത്തിൽ അറിയാതെ പുറത്ത് ചാടിയതാണോ എന്നറിയില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഇവർ സമാധാനപരമായി വീട്ടിൽ വന്നിരിക്കുമ്പോൾ ചില ചാനൽ പ്രവർത്തകർ പോയി ചോദിച്ച സമയത്ത് ഇവർ പറഞ്ഞത് നേരെ ഉൾട്ടയാണ്. തുടക്കത്തിൽ തൊട്ടു എന്ന് പറഞ്ഞ ആള് ഇപ്പൊ പറയുന്നത് നമ്മൾ തൊടാൻ പാടില്ല എന്നതാണ്. അതേ തൊട്ടിട്ടില്ല എന്ന രീതിയിൽ വർത്തമാനം പറയുന്നത്. ഇങ്ങനെ ഇവരെ വർത്തമാനത്തിൽ തന്നെ മക്കളുടെ വർത്തമാനങ്ങളും
ഒക്കെ നോക്കിയാൽ തന്നെ എന്തൊക്കെയോ എവിടൊക്കെയോ ഒന്ന് ചേരാത്തതുപോലെ, എവിടൊക്കെയോ ചില പൊരുത്തക്കേടുകളതുപോലെ. അത്തരം പൊരുത്തക്കേടുകൾ ഉള്ളതുകൊണ്ടാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ തുടക്കത്തിലേ മുന്നേ പറഞ്ഞിരുന്നത് എന്തൊക്കെയോ എവിടൊക്കെയോ പ്രശ്നമുണ്ട്, എന്തൊക്കെയോ ഒരു അസ്വാഭാവികത ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ചുമ്മാ ഫീൽ ചെയ്തല്ല, ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു അസ്വാഭാവികത ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഏറ്റവും പുതിയ റിപ്പോർട്ട് കൂടി വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തില് വാൾവിന് 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്നാണ്. അതിലേക്ക് ഭസ്മം കയറിയിട്ടുണ്ടോ എന്ന സംശയം കൂടി ഇപ്പോൾ ഡോക്ടർമാർ പങ്കുവെക്കുന്നുണ്ട്. ഇനിയും വിശദമായിട്ടുള്ള 2 റിപ്പോർട്ടുകൾ കൂടി നമ്മുടെ മുമ്പിലേക്ക് വരാനുണ്ട്. അതിന് 1-2 വേണ്ട, ഒരാഴ്ച കൂടി കാത്തിരുന്നാൽ മതിയാകും എന്നതാണ്. എന്തായാലും റിപ്പോർട്ട് വരട്ടെ അല്ലേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും സന്ധിക്കാം. ബൈ.